നമസ്കാരം. ക്യാൻസർ 9ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഒരു വൈദ്യനും പറയാതെ പഥ്യമാചരിക്കുന്ന അമ്മമാരായിരുന്നു പഴയ കാലത്തിൻ്റെ സൗഭാഗ്യങ്ങൾ, ആരോഗ്യത്തിൻ്റെ കാവൽക്കാർ എന്നാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു വച്ചത്. ഈ അമ്മമാരെ തിരിച്ചു കൊണ്ടുവരാതെ നമുക്ക് ആരോഗ്യത്തിലേക്ക് മടങ്ങാനാവില്ല എന്നത് ഈ തലമുറയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശവും കൂടിയാണ്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, ക്യാൻസർ എന്നുള്ളത് ആ വാക്ക് ഉപയോഗിക്കാതെ അർബുദമെന്ന ഒരു ഒറ്റ വാക്കിലേക്ക് എല്ലാ ക്യാൻസറുകളെയും ഒതുക്കാതെ ആയുർവേദം അതിനെ പല പല രോഗങ്ങളായി കണ്ടിരുന്നു. അവയിൽ പലതും ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാര രോഗങ്ങളായിരുന്നു. ചിലത് ദീർഘകാല ചികിത്സ ആവശ്യമുള്ളതാണ്, മറ്റു ചിലത് മാറാത്തവയുമാണ് എന്നെല്ലാം നമ്മൾ സൂചിപ്പിച്ച് കടന്നു പോവുകയുണ്ടായി. ഈ ലിവർ ക്യാൻസർ, സ്പ്ലെയിൻ ക്യാൻസർ എന്നിവ ആധുനികർ പറയുന്ന ഈ രോഗങ്ങളെല്ലാം ഉദരം എന്ന വിഭാഗത്തിലാണ് ആയുർവേദം പെടുത്തിയിട്ടുള്ളത്. അതുപോലെ കണ്ഠഗോളക ക്യാൻസർ, തൊണ്ടയിലെ മുഴ രൂപത്തിലുണ്ടാകുന്ന അത് ട്യൂബർക്കുലോമ വിഭാഗത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇന്നത്തെ TB എന്ന വിഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജേഷ്മ വിഭാഗത്തിൽപ്പെട്ട ചില അണുക്കൾ ഉണ്ടാക്കുന്നതാണ് ഇതിനെ അപചി എന്നാണ് പൊതുവെ ഇത്തരം രോഗങ്ങളെ പറയുന്നത്. ഇത് മഹാരോഗമല്ല ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഗുരുനാഥൻ പറഞ്ഞു വയ്ക്കുന്നത്. അതേപോലെ വളരെ നിസ്സാരമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് ഇന്ന് ബ്രെയിൻ ക്യാൻസർ, അതായത് മസ്തിഷ്കത്തിലുണ്ടാകുന്ന ക്യാൻസർ. ഇതിനെ മസ്തിഷ്കാപചയം, മസ്തിഷ്കദ്രവം എന്നിങ്ങനെ പല പേരുകളിൽ, രോഗത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് പല പേരുകളിൽ ആയുർവേദം വിവരിക്കുന്നുണ്ട്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ഒരാഴ്ചത്തെ ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന രോഗമായിട്ടാണ് ആയുർവേദം ഇതിനെ കണ്ടിട്ടുള്ളത്. ആധുനികർ ഇതിനെ ആസ്ട്രോസൈറ്റോമ, ഗ്ലയോമ, മിക്സഡ് ഗ്ലയോമ എന്നിങ്ങനെ വലിയ ഇംഗ്ലീഷ് പേരുകളിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ രോഗി ഭയപ്പെടുകയും അതിന് വലിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്നും എൻ്റെ ജീവിതം ഇതോടുകൂടി അവസാനിക്കുന്നു, അല്ലെങ്കിൽ വലിയ സർജറിക്ക് വിധേയനാകേണ്ടതുണ്ട് എന്നെല്ലാമുള്ള രൂപത്തിലാണ് പിന്നീട് കാര്യങ്ങളുടെ പോക്ക്. ആയുർവേദത്തിൽ ഇതിന് വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഔഷധവും പറയുന്നുണ്ട്. ഒരു കറുത്ത മുട്ടനാടിൻ്റെ തല മാത്രം ഉപയോഗിച്ച് ഇതിനെ മാറ്റിയെടുക്കാം എന്നാണ്. ഈ തല സൂപ്പ് വെച്ച് അതിനെ തറയിൽ കാലുമുട്ടാതെ 3 ദിവസം കിടക്കണം. കട്ടിലിൽ നിന്ന് ഇറങ്ങരുത് എന്നർത്ഥം. ചുടുവെള്ളം മാത്രമേ തൊടാവൂ. വായ കഴുകാനും പല്ല് തേക്കുവാനും ഏതിനും നമ്മൾ ചുടുവെള്ളം മാത്രം തൊടുക. ഭൂമിയുമായി യാതൊരു ബന്ധവും ആ ദിവസങ്ങളിൽ ഉണ്ടാകരുത്. എണ്ണ യാതൊന്നും തൊടരുത്. ഉപ്പ് തൊടരുത്. ഇന്ദുപ്പ് അത്യാവശ്യത്തിനാവാം. ഈ 3 ദിവസം ഈ സൂപ്പ് ഉപയോഗിച്ച ശേഷം 3 ദിവസം പഥ്യവും വീണ്ടും 2 ദിവസം മറുപഥ്യവും, അങ്ങനെ ഒരു 10 ദിവസം പരമാവധി. 6ഉം പിന്നെ 2ഉം 8 ദിവസമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. ഈ ദിവസങ്ങൾ, ഈ പഥ്യ ദിവസങ്ങളിൽ നമ്മൾ പൊടിയരി വറുത്ത് അത് കഞ്ഞി, ഇഞ്ചിയും ഇന്ദുപ്പും മാത്രമേ കൂടെ ഉപയോഗിക്കാവൂ, മറ്റൊന്നും കഴിക്കാതെ. അങ്ങനെ വെറുമൊരു 6 ദിവസത്തെ ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒരു രോഗമാണ് മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഇന്നത്തെ പല ക്യാൻസറുകളും എന്ന് പറഞ്ഞാൽ ആധുനികരത് പുച്ഛത്തോടെ തള്ളിക്കളയും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതേപോലെ പുരുഷഗ്രന്ഥി, പ്രോസ്ട്രേറ്റ്, അതുപോലെ ഇന്ന് കാണുന്ന സാർവത്രികമായ കിഡ്നി രോഗങ്ങൾ, ഇവയൊക്കെ അസ്ഥി രോഗങ്ങളുടെ പട്ടികയിലാണ്
പൗരാണികർ പെടുത്തിയിട്ടുള്ളത്. അതേപോലെ വേറെ ചില രോഗങ്ങളുണ്ട്, വാതകുണ്ടലി, രക്തകുണ്ടലി, അങ്ങനെയുള്ള കുറേ വിഭാഗങ്ങളുണ്ട്. ഈ തൊണ്ടയിൽ, കണ്ടനാളത്തിലും വായയിലും മറ്റും ഉണ്ടാകുന്ന ക്യാൻസറുകളെ ഊർധ്വാംഗരോഗ പട്ടികയിലാണ് ആയുർവേദം പെടുത്തുന്നത്. ഇതിന് ഗളകണ്ഠ, അത്യർബുദ എന്നിങ്ങനെ കുറേ പേരുകളുണ്ട്. അത് ഏതാണോ രോഗം അതിനനുസരിച്ചുള്ള ഔഷധങ്ങളാണ് അവയ്ക്ക് കൊടുക്കുന്നത്. ആയുർവേദം ഇതിനെല്ലാം കാണുന്നത് ദോഷവൈഷമ്യങ്ങൾ മാത്രമായാണ് എന്നുള്ളതാണ് അടിവരയിട്ട് പറയുന്നത്. അതായത് വാതപിത്ത കഫങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളും വൈഷമ്യങ്ങളും മാത്രമാണ് ഇവയെല്ലാം. അവയെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം തീർത്തും സുഖപ്പെടുത്താവുന്ന അസുഖങ്ങളുമാണെന്നാണ് ആയുർവേദം പറഞ്ഞു വയ്ക്കുന്നത്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന് കരുതിയാണ് ഇത്തരം മരുന്നുകളെല്ലാം. എന്നാൽ ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ഒരു വൈദ്യസഹായമില്ലാതെ ഈ വീഡിയോയിൽ പറയുന്ന യാതൊരു മരുന്നും ഉപയോഗിക്കരുത്. ഒരറിവ് പങ്കുവയ്ക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ആയുർവേദത്തിൽ ഇത്രയും സാധ്യതകളുണ്ട് എന്ന് ആയുർവേദ ഭിഷഗ്വരന്മാരെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് ഇവ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അതൊരു ചികിത്സാ മാർഗരേഖ ആയിട്ടെടുക്കാം, എന്നാൽ ചികിത്സയായി ആരും സ്വീകരിക്കരുത് എന്നുകൂടി പ്രത്യേകം അടിവരയിട്ട് പറയുന്നു. നമസ്തേ.